ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അനിയത്തിയുടെ അമ്മായിമ്മയുടെ എടുത്തി മരിച്ചതിൻ്റെ കണ്ണൂക്കാണ് കേട്ടോ. ഇവിടെ കണ്ണൂക്ക എന്ന് പറയും, മൂന്ന് എന്ന് പറയും, ദിക്കർ എന്ന് പറയും. നല്ല തിരക്കും നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ റഷീദിയ മദ്രസ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പിന്നെ എത്രങ്ങാനും എന്തൊരു ജനങ്ങളായിരുന്നു എന്നോ. മൗലൂദൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. വെറുംചോറും മോരുകറിയും പപ്പടം ബീഫ് വരട്ടിയതും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് ഞാനും ഉമ്മയും കൂടെ ഓട്ടോയ്ക്ക് ഇങ്ങോട്ട് പോന്നു തറവാട്ടിക്ക്. ഉമ്മാനെ മൂന്നാ വിളിക്കട്ടോ. ഇമ്മ മുന്നിൽ ഓടുന്നുണ്ട്. എന്ത് സംഭവം എന്നറിയുമോ? ഈ മുട്ടായിക്കട അങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മളുടെ താരം. ഇവനെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ വന്ന സന്തോഷമായിട്ട് ഇവനാ കാണിക്കണത്. എന്താ കാണിക്കണമെന്നറിയോ? പുതിയൊരു മുട്ടായി വന്നിട്ടുണ്ട്, അത് വേണമെന്ന്. പേസ്റ്റ് മുട്ടായി. എത്ര ശ്രമിച്ചിട്ടും കുട്ടിക്കത് തുറക്കാൻ പറ്റണില്ല. അവസാനം അതിൻ്റെ മുകളിലൊരു കവറുണ്ട്. അത് പൊട്ടിച്ച് കൊടുത്തപ്പോഴാട്ടോ ഇവനൊരു സമാധാനമായത്. പിന്നെ അതിൻ്റെ ഇടയിൽ അവൻ എല്ലാവരോടും ഇങ്ങനെ വഴക്കൂടുന്നുണ്ട്. ഇപ്പം എന്താ ചെയ്തതെന്നറിയാം? എൻ്റെ ഇടയിൽ കട്ടെടുത്തിട്ട് പോയി വന്നു നഖം മുറിക്കണേ. ഇപ്പം ആ കാലിന് വിശ്വാസമില്ല. ഞാൻ വരണം ഇപ്പം കാലിലത്തെ നഖമൊക്കെ വെട്ടിക്കൊടുക്കണമെങ്കിൽ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയല്ലേ, ജുമാക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് നഖമൊക്കെ മുറിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ഇപ്പം ഡ്രസ്സൊക്കെ മാറ്റി പള്ളിക്ക് പോകാൻ അടുത്ത് യാത്ര പറഞ്ഞ് സലാം പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷവും സങ്കടമൊക്കെ കൂടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണേ, ഇവർക്ക് രണ്ടാൾക്കും ആയുസ്സും ആരോഗ്യം നീട്ടി കൊടുക്കണേന്ന്. പിന്നെ സോനുട്ടി ഫുൾ ഉടായിപ്പാണ്. മോള് തർക്കിച്ച് നിൽക്കുന്നുണ്ട്. ഇത് അച്ചു പിന്നെ പറയണ്ട. പിന്നെ മിച്ചുവിന് ചോറ് കൊടുക്കണമെങ്കിൽ പിന്നെ ഫോൺ മസ്റ്റാണ്. അനിയത്തിയും കുട്ടികളൊക്കെ ആ മൗലൂദൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങടെ വന്നത് കേട്ടോ. പിന്നെ ഞാൻ യാത്ര പറഞ്ഞിറങ്ങി. കുറച്ച് പച്ചക്കറിയും പാലും വാങ്ങി. പച്ചക്കറി മീൻസ് പച്ചമുളകും വലിയ ഉള്ളിയും. കാരണം ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയെന്ന് പറഞ്ഞാൽ മുതലാവില്ല കേട്ടോ, GST. അതും കഴിഞ്ഞ് വീട്ടിലെത്തി നല്ലൊരു ചായ ഉണ്ടാക്കി. റീനുമോൾ വന്നപ്പോഴേ സമൂസയും കട്ട്ലറ്റൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അവൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എത്തുന്നത്. ഈ മാജിക് കപ്പാണ് എൻ്റെ മാജിക് കപ്പ്. മോൾക്ക് ചെറിയ ഗ്ലാസ്സിലും എനിക്ക് ഈ മാജിക് കപ്പിലും. കണ്ടോ പാപ്പയും ബേബിയും ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് ഈ മാജിക് കപ്പിൽ. ഞാൻ എപ്പോഴും ഈ കപ്പിലാട്ടോ ചായ കുടിക്കുക. എന്തായാലും ഞങ്ങൾ സമൂസയും കട്ട്ലറ്റൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. മോൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവളുടെ പ്രൊജക്റ്റൊക്കെ ശരിയായി എന്ന് പറഞ്ഞിട്ട്. അൽഹംദുലില്ലാഹ്, ഇനി എക്സാം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.